സമകാലികത്തിൽ നമുക്കുള്ള അതിഥി നമുക്ക് നോക്കാം. അദ്ദേഹം ലൈവിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ഓൺലൈനായിട്ട് ചേരുകയാണ്. ജാസിർ സബരി അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഇന്ന് സമകാലികത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം ആ വറഹ്മത്തുള്ളാഹി ഓക്കെ ഓക്കെ, വബറകാതുഹു. ഫൈൻ ഫൈൻ. എന്താണ് പിന്നെ നിങ്ങൾ പേര് മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ കുറിച്ചൊന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രോതാക്കൾക്കൊന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ്. യെസ്. എൻ്റെ പേര് ജാസിർ എന്നാണ്. ഞാൻ തിരൂരങ്ങാടി ചെമ്മാട് സ്വദേശിയാണ്. ആഹ് ഒരു 15 വർഷമായിട്ട് എറണാകുളത്താണ് താമസം. എറണാകുളത്ത് ആഹ് ആലുവ ആലുവയിൽ സെറ്റിൽഡ് ആണ്. കോൺസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഇവിടെ നടത്തുകയാണ്. ഓക്കെ. കോൺസിസ്റ്റ് എന്നുള്ള കമ്പനി ശരിക്ക് അത് എന്ത് ഫീൽഡിലുള്ള കമ്പനിയാണ്? ഒന്ന് കോൺസിസ്റ്റ് ആക്ച്വലി ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ IoT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഞങ്ങളൊരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ഈ പ- പലതരം ഇൻഡസ്ട്രികൾ മാനുഫാക്ചറിങ് നടക്കുന്ന, അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുന്ന പലതരം ഇൻഡസ്ട്രികളിലെ പ്രവർത്തനങ്ങൾ പിന്നെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. അപ്പോൾ അത് അവിടുത്തെ മെഷീനറികളുടെ പ്രവർത്തനമാകാം, അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന പിന്നെ പ്രോസസ്സുകളാവാം. അങ്ങനത്തെ കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യുക, അതിനെ പരമാവധി ഡിജിറ്റൽ വൽക്കരിച്ചുകൊണ്ട് പിന്നെ ആ ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി ഒക്കെ വർദ്ധിപ്പിക്കുക. പിന്നെ അതേപോലത്തെ അവിടുത്തെ എനർജി കൺസംഷനൊക്കെ കുറക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. ഇതൊക്കെയാണ് കോൺസിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ. ഓക്കെ, മാഷാ അല്ലാ. നിങ്ങൾ പിന്നെ 15 വർഷം എറണാകുളത്ത് പറഞ്ഞാൽ ഈ കമ്പനി തുടങ്ങിയത് മുതലാണോ അവിടെ, അതോ വേറെ ജോലി എന്തായിരുന്നു? കോൺസിസ്റ്റ് തുടങ്ങിയത് 15 വർഷം മുമ്പാണോ? അതെ അതെ, ഞാൻ ആദ്യം ഞാൻ സ്കൂളൊക്കെ പഠിച്ചത് കുറെ പുളിക്കൽ ജാമിയ സലഫിയ സ്കൂളിലായിരുന്നു. ഓ അത് കഴിഞ്ഞിട്ട് പിന്നീട് +2 തൃശ്ശൂർ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് MESലായിരുന്നു, കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൽ. അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ സിസ്റ്റം ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ് കോഴിക്കോട് ഡോയാക് സെന്ററിൽ പഠിച്ചു. ഓ അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരായിരുന്നു ജോലി ചെയ്തിരുന്നത്. ബാംഗ്ലൂർ ഞാൻ ഒരു വർഷം ജോലി ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളൊരു ചെറിയ സ്കെയിലിൽ കോൺസിസ്റ്റ് ആരംഭിക്കുകയാണ് ചെയ്തത്. 2007 ഞാൻ BTech പാസ്സായത്. 2008 ഞാൻ ജോലി ചെയ്തു ബാംഗ്ലൂരിൽ. 2009 ജനുവരി 1 കോൺസിസ്റ്റ് ആരംഭിച്ചത്. അപ്പം അന്ന് തൊട്ട് ഞാൻ എറണാകുളത്താണ് താമസം. ഓക്കെ, മാഷാ അല്ലാ. പിന്നെ ഈ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്നുള്ളത് പിന്നെ അവിടെയുള്ള സിസ്റ്റം എന്തിനാണ് ശരിക്കും ഇത് ഓട്ടോമേറ്റ് ചെയ്യുന്നത്? എന്താണ് സംഭവം? പിന്നെ ഇത് ഏഹ്, പല രീതികളുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി മനസ്സിലാവും. അതെ ഇപ്പൊ അതെ. ആ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഒരു ഡയറി പ്രൊഡക്ഷൻ എടുക്കാം. നമ്മുടെ പാല് പ്രോസസ്സ് ചെയ്യുന്ന കമ്പനി എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ പാല് ഒരു റോ മെറ്റീരിയൽ ആണ്. അത് കഴിഞ്ഞിട്ട് പാല് പാക്ക് ചെയ്തിട്ട് പാലായിട്ട് തന്നെ സെല് ചെയ്യും. അതല്ലെങ്കിൽ പാല് തൈരാവും, ചിലപ്പോൾ ഐസ്ക്രീം ആവും. അങ്ങനെ പല പല പ്രോഡക്ട്സ് പാലിൻ്റെ ആ റോ മെറ്റീരിയലിൽ നിന്ന് പല പ്രോഡക്ട്സ് ഉണ്ടാവുന്ന ഒരു 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 ഫാക്ടറി ആയിരിക്കുമല്ലോ അത്. അപ്പോൾ അവിടെ ഈ കാര്യങ്ങൾ നടക്കാൻ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയറിയിലാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലുകൾ പമ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു ടാങ്കിൽ വരിക, എന്നിട്ട് അത് ഉം. ചൂടാക്കുക, എന്നിട്ട് സ്ഥലത്ത് പോയിട്ട് കൂൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെയും പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് സ്റ്റോർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പാക്കിംഗ് മെഷീനിലേക്ക് പോവുക. ഈ ഒരു എൻ്റയർ പ്രോസസ്സ് മനുഷ്യന്മാർ അതിൽ തൊടാതെ, അല്ലെങ്കിൽ ആളുകളുടെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഏറ്റവും മിനിമം ആക്കിക്കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു ഒരു നല്ല എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ യെസ് യെസ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇലക്ട്രോണിക്സും പിന്നെ സോഫ്റ്റ്വെയർ ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കംപ്ലീറ്റ് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ ശരിക്കും ഈ ഓട്ടോമേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ തൊഴിൽ എണ്ണം കുറയോ? എന്താണ് ഈ കമ്പനികളിലെ പിന്നെ അതായത് ഓട്ടോമേഷൻ കൊണ്ടുവരുന്ന രണ്ട് മൂന്ന് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്.
ഒന്ന് പിന്നെ ഈ പ്രോസസ്സുകൾ മനുഷ്യന്മാർ ചെയ്യുമ്പോൾ പലപ്പോഴും അത് ആ, അതിൻ്റെ അക്യുറസി യെസ് യെസ്. ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാല് മാനുവലി നമ്മൾ തണുപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 4 ഡിഗ്രി വരെ തണുപ്പിക്കണം. 4 ഡിഗ്രി തണുപ്പിച്ചാൽ പിന്നെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പമ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ ഒന്ന് അയാളുടെ അനാസ്ഥ മൂലം ചിലപ്പോൾ 4 ഡിഗ്രി ആവുന്നതിന് മുമ്പ് തന്നെ അയാൾ പമ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പ്രയാസമുണ്ടാവും. അപ്പോൾ അതാണ് ഒരു ഒരു ആസ്പെക്റ്റ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മാൻ പവർ, ആവശ്യമില്ലാത്തത്ര മാൻ പവർ ഓരോ സംഗതികളിലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഓട്ടോമേഷൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ ലോവർ ലെവൽ ഇപ്പം ജോലികൾ സ്വാഭാവികമായിട്ടും കട്ട് ഷോർട്ട് ചെയ്യും ഞങ്ങൾ ചെയ്യുന്ന പണി. യെസ്. അത് ബേസിക്കലി അതിന്റെ മോട്ടീവ് ആൾക്കാരുടെ ജോലി കളയാന്നുള്ളതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ബേസിക്കലി അങ്ങനത്തെ ജോലിക്ക് ആളുകളെ കിട്ടാത്തൊരു കാലത്തേക്കാണ് നമ്മൾ പോണത്. അപ്പൊ ഇത് ഈ വക ടെക്നോളജികളൊക്കെ സ്വാഭാവികമായിട്ടും വെസ്റ്റ് നിന്നാണ് വരിക. വെസ്റ്റേൺ കൺട്രീസിൽ ഈ വക ജോലികൾ ചെയ്യാൻ ആളുകളെ കിട്ടൂല. അപ്പോൾ അവരാണ് കൊണ്ടുവരിക. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ നാട്ടിലും നമുക്ക് നോക്കിയറിയാലോ, ആർക്കും ലോവർ ലെവൽ ജോലികൾ ചെയ്യാൻ താല്പര്യമില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ അപ്പം ഹ്യൂമൻ ഇന്റർവെൻഷൻ ഒക്കെ ഒരു വൺ സ്റ്റെപ്പ് അപ്പ്. എന്ത് ടെക്നോളജി വന്നാലും അത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഒരു ട്രാക്ടർ വന്നാലും ഒരു എന്ത് എന്ത് അതെ അതെ. എന്ത് എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻ വന്നാലും ആളുകളുടെ ലെവൽ ഒരു 1 ലെവൽ അപ്പ് ആവുക എന്നുള്ളതാണ് സംഭവിക്കുക. അപ്പൊ അതുപോലെ നമ്മളെ ജോലിയും ആളുകൾ ഓപ്പറേറ്റേഴ്സ് ആയി മാറും. ഈ ടെക്നോളജി ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് മാറും. ഇതിലിപ്പോൾ മൊത്തത്തിൽ കമ്പനികളുടെ ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൂചിപ്പിക്കുന്നത്. എക്സ്ട്രാ അനാവശ്യമായ ചെലവ് ഒഴിവാക്കിയിട്ട് അതെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ലേ. അതെ, ഒരു വൺ ഓഫ് ദ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറക്കുക, പിന്നെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. യെസ്. ഇതിൽ താങ്കളുടെ ആ കമ്പനിക്ക് മറ്റുള്ള ലോകത്തുള്ള ഈ ഫീൽഡിലുള്ള ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള ഈ കമ്പനികളെക്കാളും ഒരു പ്രത്യേകത എന്താ ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്? ഞങ്ങളുടെ ഇപ്പോൾ മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ കൂടെ തന്നെ പിന്നെ കുറച്ച് പുതിയ ടെക്നോളജികളായ ഇൻഡസ്ട്രിയൽ IoT, ഓക്കെ, IoT എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. ഇൻഡസ്ട്രിയൽ IoT, അതേപോലെ തന്നെ ഡിജിറ്റൽ സൊല്യൂഷൻസ്, പിന്നെ സൈബർ സെക്യൂരിറ്റി. ഈ മൂന്ന്. കാരണം ഇപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ഈ സൈബർ സെക്യൂരിറ്റി നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ വല്ല വൈറസ് വരിക, അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ഏതെങ്കിലും ആപ്പിലൂടെ നമുക്ക് നമ്മുടെ വൈറസ് വന്നിട്ട് നമ്മുടെ ഡാറ്റ എടുത്തുകൊണ്ടോ, ഇതൊക്കെയാണല്ലോ നമ്മളെ മനസ്സിൽ സാധാരണക്കാർക്ക് ഉള്ള കൺസേൺസ്. പക്ഷെ ഇൻഡസ്ട്രിയിലുള്ള കൺസേൺസ് എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി സീരിയസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫെസിലിറ്റി എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഫെസിലിറ്റിയിലേക്ക് വൈറസിനെ കയറ്റി വിട്ടിട്ട്, അല്ലെങ്കിൽ അവിടേക്ക് അവരുടെ സിസ്റ്റം ആക്സസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ പ്ലാന്റ് ട്രിപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ പ്രോഗ്രാമിലൊക്കെ പോയിട്ട് ഇടപെട്ടിട്ട് ചില എന്താ പറയുക എക്സ്പ്ലോഷൻസ് ഒക്കെ നടത്തുക, ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യും. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ സൈബർ വാർഫെയർ വഴി അതെ അതെ പിന്നെ ഈ പേജറുകൾ കത്തിച്ചത്. അപ്പോൾ അതെ അതെ. അപ്പോൾ അതുപോലെ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകളായിരിക്കും അവിടുത്തെ വാട്ടർ സിസ്റ്റം, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ ഓട്ടോമേഷൻ സിസ്റ്റംസ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരള വാട്ടർ അതോറിറ്റിൻ്റെ സിസ്റ്റംസ് വരെ നമുക്ക് ഓട്ടോമേഷൻ സിസ്റ്റംസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ വേണമെങ്കിൽ കേരളത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വേണമെങ്കിൽ അതിലേക്ക് പിന്നെ വൈറസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു പണി, ഒരു ഓട്ടോമേഷൻ സിസ്റ്റം വെണ്ടർ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ OT സൈബർ സെക്യൂരിറ്റി എന്നാണ് അതിന് പറയുന്നത്. സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസും കൂടി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ട് ഒരു എന്താ പറയുക യുണീക്ക് പൊസിഷനിങ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. നിങ്ങൾ പിന്നെ കമ്പനി 2007 സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. ശരിക്കും അന്നത്തെ 2009. ഓക്കെ ഓക്കെ. അന്നത്തെ ഇത് തുടങ്ങാൻ, ബിസിനസ് തുടങ്ങാൻ അതിൻ്റെ ഒരു ശരിക്കും നല്ലൊരു ക്യാപിറ്റൽ വേണമല്ലോ, കയ്യിൽ മുതൽ വേണമല്ലോ, മുതൽ മുടക്കിൻ്റെ ഒരു ആവശ്യം ഉണ്ടല്ലോ. അതിൻ്റെ സമയത്ത് പല ആളുകളും ചെയ്യണ പണി ഈ ബാങ്കിൻ്റെ ലോൺ എടുക്കലുണ്ട് പലപ്പോഴും ഇത്തരം സംഗതിയിൽ സ്റ്റെപ്പ് എടുക്കുമ്പോൾ. അപ്പോൾ അതിൽ നിങ്ങളെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? എന്താണ് നിങ്ങളെ ആ വിഷയത്തിൽ സമീപനം എന്താണ്? ഒന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാം.
അതായത് കോൺസിസ്റ്റ് ബേസിക്കലി ഒരു സർവീസസ് കമ്പനിയാണ്. ഞങ്ങൾക്ക് ഒരു വലിയ മുതൽ മുടക്ക് തുടക്കത്തിൽ ആവശ്യമുള്ള, ഫോർ എക്സാമ്പിൾ ഒരു ഫാക്ടറി ഉണ്ടാക്കിയിട്ടല്ല ഞങ്ങൾ തുടങ്ങുന്നത്. ഞങ്ങൾക്കൊരു ഓഫീസും പിന്നെ ആൾക്കാരൊക്കെ ആവശ്യമുള്ള ആണ്. അപ്പോൾ ഞങ്ങൾ വളരെ വി സ്റ്റാർട്ടഡ് വെരി സ്മോൾ. അങ്ങനെ സ്ലോ ആയിട്ടാണ് നമ്മൾ ഓരോ ഓരോ ഘട്ടങ്ങളിലൂടെ വന്നത്. ഇന്ന് നമുക്ക് ഏകദേശം ഒരു 60 ആൾക്കാരോളം നമ്മൾ എംപ്ലോയിഡ് ആണ് ഇവിടെ. മാഷാല്ലാ. അപ്പോൾ ഈ അപ്പോൾ കമ്പനികളിൽ പിന്നെ ഓട്ടോമേഷൻ്റെ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് വരുമ്പോൾ അതിലുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യണം, അവരാണോ പർച്ചേസ് ചെയ്യണം ഈ വിഷയങ്ങളൊക്കെ? അല്ല അതായത് നമുക്കൊരു പ്രോജക്റ്റ് വരുമ്പോൾ നമ്മളതിനെ ടേൺ കേറ്റ് എടുത്തിട്ട് നമ്മളതിൻ്റെ എല്ലാ പ്രൊക്യൂർമെൻറ്റും ഒക്കെ നമ്മൾ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യാപിറ്റൽ ആവശ്യം വരുന്ന ഘട്ടങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് ഇനീഷ്യലി നമുക്കിപ്പോൾ ഒരു ഫാക്ടറി ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ള രൂപത്തിലുള്ള ഇനീഷ്യൽ ക്യാപിറ്റൽ ആവശ്യമില്ല. പക്ഷേ നമ്മളെ പ്രോജക്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കുകളെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ആയിട്ടുള്ള ഒരു രീതി. ഞങ്ങൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇനീഷ്യലി ഞങ്ങൾ എന്താ ചെയ്തിരുന്നത് വെച്ചാൽ, ഞങ്ങൾ ഓരോ പ്രോജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുകയും പിന്നെ അത് ആ പ്രോജക്റ്റിന്റെ ലാഭം കണക്കൂട്ടി ആ പ്രോജക്റ്റ് കഴിയുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്തിരുന്നത്. പിന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പിന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള റഹ്ബാർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അവർ ഇസ്ലാമിക് ഫൈനാൻസിങ് സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ റഹ്ബാറിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഇന്ത്യയിലുള്ള പ്രോജക്റ്റുകളൊക്കെ പിന്നെ ഫണ്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഗൾഫിൽ ഓപ്പറേഷൻസ് ഉണ്ട് ഇന്ത്യൻ്റെ പുറമെ. അപ്പോൾ UAE ഞങ്ങൾക്ക് ഒരു ഓഫീസുണ്ട്. അതേപോലെ കുവൈത്ത്, ഒമാൻ, സൗദി അറേബ്യ അവിടെയൊക്കെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നമ്മുടെ പ്രോജക്റ്റുകൾ ഫണ്ട് ചെയ്യാനുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഈ ഒരു പ്രോഫിറ്റ് ഷെയറിങ് മെക്കാനിസത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങളുടെ ഫണ്ട് കണ്ടെത്തുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ ഈ ഒരു കമ്പനി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒതുങ്ങുന്നതല്ല, ഇന്ത്യക്ക് പുറത്തും ഉണ്ട് എന്നർത്ഥം അല്ലേ? അതെ അതെ സർവീസ്. അതെ. ഈ കമ്പനിയിൽ ജോലി സാധ്യത എങ്ങനെയാണ്? എന്ത് ജോലി സാധ്യതയാണ് അതിലുള്ളത്? ഇപ്പോൾ ഒരുപാട് എൻജിനീയേഴ്സും പുതിയ ഫ്രഷേഴ്സ് പഠിച്ചിറങ്ങുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നിങ്ങളെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ സാധ്യതകളാണ് വരുന്നത്? അതെ, ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ റെഗുലറായിട്ട് പിന്നെ ഫ്രഷേഴ്സിന് എടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അതൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ 2 ടൈപ്പ് ഇന്റേൺഷിപ്പ് ഉണ്ട്. ഒന്ന്, സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് തന്നെ അവർ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പിന് വരും. ഇപ്പോൾ ലൈക്ക് 3 വീക്സ് 4 വീക്സിൻ്റെ ഇന്റേൺഷിപ്പിന് വരിക. ഞങ്ങളപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് ഒരു ബിസിനസ്സായി ചെയ്യുന്ന കമ്പനികളുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. അതായത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പൈസ വാങ്ങിയിട്ട് അവർക്ക് ഇന്റേൺഷിപ്പ് കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുന്ന അങ്ങനത്തെ കുറേ കമ്പനികളുണ്ട്. ഞങ്ങൾ ആ പണി ചെയ്യാറില്ല. ഞങ്ങൾ ബേസിക്കലി ഇന്റേൺഷിപ്പിനെ കാണുന്നത് ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് പൊട്ടൻഷ്യലായിട്ട് എംപ്ലോയ് ചെയ്യാൻ പറ്റിയ നല്ല ടാലൻസിനെ കണ്ടെത്തുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്റേൺഷിപ്പായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാറുണ്ട്. അതേപോലെ കോഴ്സ് കഴിഞ്ഞിട്ട് ഉള്ള കുട്ടികൾ, ബിടെക് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു 3 to 4 മന്ത്സിൻ്റെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, അതും ഇതേപോലെ തന്നെ അത് നമ്മൾ സ്റ്റൈപ്പൻഡ് കൊടുത്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു ഡ്രൈവ് വെച്ചിട്ട് ആ ഡ്രൈവിൽ നിന്ന് നമ്മൾ വളരെ സ്ക്രൂട്ടിനൈസ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന 5-6 ആൾക്കാരെ ഒരു ബാച്ചിലേക്ക് നമ്മൾ എടുത്തിട്ട് അവർക്ക് ഇന്റേൺഷിപ്പ് ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ആ 5-6 നിന്ന് ഒരു 2 പേരെ ഞങ്ങൾ ഹയർ ചെയ്യും. ആ രൂപത്തിൽ ആണ് ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ മേഖലയിലുള്ള ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പിന്നെ സാധ്യതകളാണ്. വളരെ സ്പെസിഫിക് സ്കിൽസ് ആവശ്യമുള്ള മേഖലയാണ്. ഇതിൽ പിന്നെ വളരെ എന്താ പറയുക കരിയർ നന്നായി പോകാൻ സാധ്യതയുള്ള പിന്നെ മേഖലകളുമാണ്. അപ്പോൾ അതിൽക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിലാണെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിജിറ്റലൈസേഷൻ, പിന്നെ സൈബർ സെക്യൂരിറ്റി, ഈ ഏരിയകളിലൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖല തന്നെയാണിത്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ സൈബർ സെക്യൂരിറ്റി, അതേപോലെ ഡിജിറ്റലൈസേഷൻ എന്നൊക്കെ തുടങ്ങിയ മേഖലകൾ.
ഈ കോൺസിസ്റ്റിൻ്റെ പിന്നെ ഫൗണ്ടറും ചെയർമാനും ഒക്കെ ആണല്ലോ നിങ്ങൾ പഠനം കഴിഞ്ഞ് പുതിയതൊരു കമ്പനി തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ പഠിച്ചു വരുന്ന പാസ് ഔട്ടായി വരുന്ന ആളുകൾക്ക് പിന്നെ ഒരു കമ്പനിയിൽ പുതിയൊരു ജോലി എടുക്കണോ അതല്ല സ്വന്തമായൊരു കമ്പനി തുടങ്ങണോ എന്നുള്ള ഒരു അങ്ങനെ ചിന്തിക്കുന്ന പുതിയ ആളുകൾക്ക് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം അത് എന്താണ്? എന്താ പറയാ, അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ്, ഓരോരുത്തരുടെ ഡ്രൈവ് അനുസരിച്ചാണ്. വലിയൊരു ഭൂരിപക്ഷം ആളുകൾ ഒരു ജോലി തരികയെന്നുള്ള മോഡലിൽ തന്നെ ആയിരിക്കും കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ആളുകൾക്ക് അല്ലാതെ ഒന്ന് അല്ലാത്ത ബിസിനസ് ഐഡിയകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പ് ഐഡിയകളോ ഒക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ആ രൂപത്തിലേക്ക് തിരിയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ബിസിനസ് തുടങ്ങണമെന്ന് ഒരു ആഗ്രഹവും ഇല്ലാത്ത ഒരു ജോലി ചേർന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. ആ നിലക്കന്നെ ഒരു വർഷം ജോലി ചെയ്തത്. പക്ഷേ അത് ആ ജോലി കഴിഞ്ഞ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് വേറൊരു ജോലിക്ക് കയറുന്ന ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്താണ് പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലുള്ള ഏതാനും കസ്റ്റമേഴ്സ് പിന്നെ എൻ്റെ പഴയ കമ്പനിയെ കോണ്ടാക്ട് ചെയ്യുകയും ആ സമയത്ത് അവർക്ക് പിന്നെ ഉടനെ സർവീസ് കിട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവരെന്നെ നേരിട്ട് വിളിച്ചിട്ട് ആ കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അത് എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നി ഒറ്റയ്ക്ക് തന്നെ ചെയ്താലോന്ന്. പക്ഷെ അത് ലൈക്ക് ഒരു വളരെ നെയ്വായിട്ടുള്ള ഒരു സ്റ്റാർട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ചലഞ്ചസ് ഒക്കെ പിന്നീട് ആണ് മനസ്സിലായത്. കുറച്ചു കാലം ഇനീഷ്യലി നമുക്ക് കുറച്ച് മാസങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്തു. വേറെ ജോബൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് സെയിൽസ് കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ലേറ്റർ ഓൺ നമ്മൾ ഓരോന്നിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് ഓരോ ഓപ്പർച്യൂണിറ്റികൾ പിന്നെ വരികയാണ് ചെയ്തത്. അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്ക് എനിക്ക് പെട്ടെന്ന് എല്ലാവർക്കും വൺ സൊല്യൂഷൻ സ്യൂട്ട്സ് ഓൾ എന്നുള്ള ടൈപ്പ് സൊല്യൂഷൻ എന്തായാലും ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു റിയലൈസേഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, എസ്പെഷ്യലി നമ്മൾ ഇങ്ങനത്തെ ടെക്നിക്കൽ ഫീൽഡിലേക്ക് ഒരു ബിസിനസ്സിന് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 ഇയർ 4 ഇയർ എക്സ്പീരിയൻസ്. പക്ഷെ അതിലൊരു ചലഞ്ച് ഉള്ളത് എന്താ വെച്ചാൽ ഈ 3 ഇയർ 4 ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് കല്യാണമൊക്കെ കഴിയും. പിന്നെ വേറെ ബാധ്യതകളൊക്കെ വരും. അപ്പോൾ എളുപ്പമല്ല. കാരണം അപ്പോഴേക്ക് കുറച്ച് വലിയ സാലറി ഒക്കെ ഞാൻ വളരെ ചെറിയ സാലറി വാങ്ങുന്ന സമയത്ത് റിസൈൻ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എനിക്ക് ഈ റിസ്ക് എടുക്കാനുള്ള ഒരു അപ്പറ്റൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി വലിയ സാലറി വാങ്ങുമ്പോൾ ആ സാലറി ഇട്ടിട്ട് വേറൊരു ജോലി തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ജോലി ചെയ്തിട്ട് ഒരുപാട് വലിയ ജോലി ആകുന്നതിനേക്കാൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് ആ നിലക്ക് കുറച്ച് സ്റ്റാർട്ട് എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ കുറേ കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മൾ സാലറി ഒക്കെ വാങ്ങി കൈൻഡ് ഓഫ് ഒരു ബാക്കപ്പ് ഉണ്ടായതിനു ശേഷം തുടങ്ങുന്ന ആളുകളും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ സാഹചര്യം ഇതൊക്കെ അനുസരിച്ച് ചെയ്യാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ജോലി ചെയ്യുക എന്നുള്ളതും ബിസിനസ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ഒരേ ഫീൽഡാണെങ്കിലും ലൈക്ക് 2 ഗെയിമാണ്. ഇതിൽ പൊതുവെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സാങ്കേതിക വിദ്യകൾ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പിന്നെ പദ്ധതികളും മേഖലകളൊക്കെ. ഇതിൽ താങ്കളുടെ ഈ ഫീൽഡിൽ നമുക്ക് പുതിയതായിട്ടുള്ള സാങ്കേതിക വിദ്യകളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? അതേ രൂപത്തിൽ നിങ്ങളെ ഈ കമ്പനിയുടെ ഒരു ഭാവി പദ്ധതികൾ എന്തൊക്കെ ഈ മേഖലയിലൊരു മനസ്സിലായി. ഡെഫിനറ്റ്ലി നമുക്ക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ AI ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഇക്കോണമി ആയിരിക്കും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. അതിനൊരുപാട് ഇമ്പാക്ട്സ് നമുക്കിപ്പോൾ കാണുന്ന തരത്തിലുള്ളതും ഇപ്പോൾ തന്നെ ChatGPT അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇൻ്റർനെറ്റ് വന്നപ്പോൾ അത് 100 മില്യൺ യൂസേഴ്സിലേക്ക് എത്താൻ, അതായത് 100 മില്യൺ ആൾക്കാർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങാൻ 7 വർഷം എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ടെക്നോളജികൾ അതേപോലെ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നപ്പോൾ അതിങ്ങനെ കുറഞ്ഞു വന്ന് ChatGPT 100 മില്യൺ യൂസർക്ക് എത്താൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും നിങ്ങളെ കണക്കിലും?
നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 2 മാസം എടുത്തിട്ടുള്ളൂ. അതെ. അപ്പോൾ 100 മില്യൺ യൂസേഴ്സിലേക്ക് ചാറ്റ് ജി പി ടി എത്താൻ 2 മാസം എടുത്തുള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ അഡോപ്ഷൻ്റെ അതിൻ്റെ മാസീവ്നെസ് ഞാൻ പറഞ്ഞത് അത്രയും സ്പീഡും. അപ്പോൾ സ്വാഭാവികമായിട്ടും AI എന്ന് പറഞ്ഞത് സംഭവം നമ്മുടെ ഉള്ളിലേക്ക് കയറും. ഞാനിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ US ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കോൺഫറൻസിന് പോയതായിരുന്നു. അപ്പോൾ അവിടെ NVIDIA എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. NVIDIA നമ്മുടെ ഈ AI ഗ്രാഫിക്സിൻ്റെ ഒക്കെ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് യെസ്. കാർഡ് ഉണ്ടാക്കുന്ന കമ്പനി. NVIDIA ചിപ്പിലാണ് ഈ AI-ന്റെ ഇതൊക്കെ റൺ ചെയ്യുന്നത്. GPU എന്ന് പറയാം, ഗ്രാഫിക് പ്രോസസ്സർ. അപ്പോൾ NVIDIA-ന്റെ ഒരു CTO ഉണ്ടായിരുന്നു ആ കോൺഫറൻസിൽ. അപ്പോൾ പുള്ളി എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ പുതിയ ആൾക്കാരോട് എന്താണ് ഉപദേശിക്കാന്ന്, പുതിയ പുതിയ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞ 2 വർഷം മുമ്പ് വരെ ഞാൻ എന്താ പറയുക ഉപദേശിക്കുക, നിങ്ങൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു മൈനർ ആയിട്ടെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. അപ്പോൾ കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു മൈനർ ആയിട്ടെങ്കിലും, മേജർ അല്ലെങ്കിലും, ഇപ്പം നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിലും കുറച്ച് പേപ്പേഴ്സ് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച ഒരു ഐഡിയ ഉണ്ടാക്കണം, സോ ദാറ്റ് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാം അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. കാരണം നമ്മുടെ കോഡിങ് എന്ന സാധനം തന്നെ എടുത്തു പോകും. ഓക്കെ, കോഡിങ് തന്നെ AI ചെയ്യുന്ന. അപ്പം ഇനി കാരണം മനുഷ്യന്മാര് കമ്പ്യൂട്ടറായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു സംവിധാനമാണ് കോഡിങ്. അപ്പോൾ ഇനീഷ്യലി ഉള്ള ഏർലി ഫോംസ് ഓഫ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്സും പിന്നെ ഡോട്ട്സും പ്ലസും മൈനസും ഒക്കെ ഉള്ള, നമുക്ക് ഒരു തലക്കും ഇംഗ്ലീഷായിട്ട് സാമ്യമില്ലാത്ത കോഡിങ് ഭാഷയാണ് ഉപയോഗിച്ചത്. പിന്നെ അത് ഇവോൾവ് ചെയ്ത് പിന്നെ ഇപ്പൊ നമുക്കറിയാം കോഡിങ് ഇപ്പോൾ ഈഫും എൽസും ഒക്കെ ഉപയോഗിക്കുന്ന കുറച്ചൊക്കെ ഇംഗ്ലീഷായിട്ട് സാമ്യതയുള്ള ഭാഷയാണ്. ഇനി ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ ദർ വിൽ ബി ലൈക്ക് എന്താ പറയുക അൺലിമിറ്റഡ് നമ്പർ ഓഫ് പ്രോഗ്രാമേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ലാംഗ്വേജിലാണ് ഇനി കോഡിങ് വരിക. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്കൊക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് വേണ്ടത് ഇംഗ്ലീഷിൽ പറയാൻ അറിഞ്ഞാൽ മതി. മനസ്സിലായി? ഐ മീൻ നാച്ചുറൽ ലാംഗ്വേജിൽ. അപ്പോൾ ആ അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രത്തോളം ഇപ്പം നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് ഒരു ആപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭാഷ അറിയുന്ന ഒരാൾക്ക് എന്താ നിങ്ങളുടെ റിക്വയർമെന്റ് എന്ന് വൃത്തിക്ക് പറയാൻ അറിയെങ്കിൽ യു ക്യാൻ ബിൽഡ് യുവർ ഓൺ ആപ്പ്. നിങ്ങൾ വേറൊരു ഒരു ഏജൻസിനെ ഇതിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് ആ ഉണ്ടാക്കുന്ന ആളുകൾക്ക് എന്ത് ഗുണമാണ് വേണ്ടത്? അവർക്ക് ആ ഡൊമൈൻ നോളജ് വേണം. എന്താണ് അവർ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നന്നായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ അതാണ് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകൾ വേണ്ടി വരും. പക്ഷെ അത് വളരെ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകൾ വേണ്ടി വരും, അവരാണ് വേണ്ടി വരുള്ളൂ എന്നാണ് ഇയാളുടെ മറുപടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ AI എത്രത്തോളം ഇതിലേക്ക് വരുന്നതാണ്. സിമിലർലി ഞങ്ങളുടെ ഫീൽഡിലേക്കും AI കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് കണ്ടുവരുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡീസൽ ജനറേറ്റർ റൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഡീസൽ ജനറേറ്ററിൽ നിന്ന് ഒരുപാട് സെൻസറൊക്കെ വെച്ചിട്ട് നമുക്ക് ഡാറ്റ നമ്മൾ എടുക്കുകയും ഇപ്പോൾ അതിലുള്ള വൈബ്രേഷൻ പിന്നെ അതേപോലെ ടെമ്പറേച്ചർ അങ്ങനത്തെ ഒക്കെ ഡാറ്റ എടുത്തിട്ട് നമുക്ക് ആ ഡാറ്റൻ്റെ ഒരു സിഗ്നേച്ചർ നോക്കിയിട്ട് പറയാൻ പറ്റും, ഈ ജനറേറ്റർ ഒരു 10 മാസം കഴിഞ്ഞാൽ ഫെയിലാവും, എന്തെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു ഡൗൺ ടൈം വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുന്ന അതൊക്കെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അങ്ങനത്തെ പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അബ്രപ്റ്റ്ലി ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോയിലൊരു ഇതുണ്ട്, ഒരു ജനറേറ്ററിലാണ് നിങ്ങൾ റൺ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പവർ അങ്ങോട്ട് ഡൗൺ ആയി പവർ പോകുന്നതിന് പകരം അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയം, സ്റ്റുഡിയോ ഓപ്പറേറ്റ് ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ബാക്കപ്പ് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ആ മെയിൻ്റനൻസ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ ഉള്ള ടെക്നോളജികളും ഒക്കെയാണ് മുന്നോട്ട് കടന്ന് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ റോബോട്ടിക്സിൻ്റെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പല ടൈപ്പ് റോബോട്ടുകൾ, റോബോട്ടിക് ആംസ്, ഹ്യൂമനോയിഡ് റോബോട്ട്സ്, ഡ്രോണുകൾ, അങ്ങനത്തെ എന്താ പറയുക AMR എന്നൊരു സാധനമുണ്ട്. അത് ഇപ്പോൾ ഈ വെയർ ഹൗസിങ്ങിലൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അത് ഓട്ടോമാറ്റിക് ഗൈഡഡ് വെഹിക്കിൾ AGV എന്ന് പറഞ്ഞിട്ടൊരു ലൈനിൽ കൂടെ മാത്രം പോകുന്നതായിരുന്നു. ഇപ്പം നമ്മുടെ ഡ്രൈവർലെസ് കാർ പോലെ ഇതിങ്ങനെ പിന്നെ എങ്ങനെയും മാനുവർ ചെയ്ത് പോകുന്ന
ഒബ്സ്റ്റക്കിൾസിനൊക്കെ ഒറ്റക്ക് ഡിറ്റക്ട് ചെയ്ത് അതിനൊക്കെ ഒഴിവാക്കിയിട്ട് പോയിട്ട് അതിനോട് പറഞ്ഞ പണികൾ ചെയ്യുന്ന രൂപത്തിലേക്ക് അത് പോവാണ്. അപ്പോൾ ഈ ഫീൽഡിലൊക്കെ സ്വാഭാവികമായിട്ടും ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് വരികയാണ്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ലോവർ ലെവൽ ജോലികൾ കുറയും, ഒരു ഹയർ ലെവലിലേക്ക് കൂടുതൽ മനുഷ്യന്മാർ ക്രിയേറ്റീവായിട്ടും അവരുടെ ഡൊമൈൻ നോളജ് ഉപയോഗിച്ചും ചെയ്യുന്ന പിന്നെ എന്താ പറയുക ജോലികളായിരിക്കും ഇനി കൂടുതൽ വരിക. നമ്മളെ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുണ്ട്, ഫുഡ് ടെക്നോളജി കഴിഞ്ഞവർക്ക് സാധ്യത ഉണ്ടോ, നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നത് എത്ര ദിവസമാണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫുഡ് ടെക്നോളജി ആസ് സച്ച് ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഫുഡ് ഇൻഡസ്ട്രികൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഫുഡ് ടെക്നോളജി കഴിഞ്ഞ ആളുകൾക്ക് കേരളത്തിൽ തന്നെ ഒരുപാട് സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ എണ്ണിയാൽ ഇപ്പോൾ സിന്തൈറ്റ്, കാൻകോർ എന്നൊക്കെ പറഞ്ഞ കുറേ ഇവിടെയുള്ള ഈ സ്പൈസസ് ആയിട്ട് ബന്ധപ്പെട്ട എറണാകുളത്തിനുള്ള കമ്പനികൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. വലിയ കമ്പനികളാണ് ഒക്കെ, വലിയ ഒരുപാട് ടേൺ ഓവർ ഉള്ള വലിയ ഒരുപാട് എംപ്ലോയ്മെൻ്റ് ഉള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരം ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്സ് ആയിട്ട് ഫുഡ് പ്രോസസ്സിങ് കമ്പനികളായിട്ട് അവർ ബന്ധപ്പെട്ട് അവിടെയാണ് അവർ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ്. കാരണം നമുക്കറിയാം എല്ലാ ഫുഡ് ഐറ്റംസും പ്രോസസ്സ് ചെയ്യുകയും പാക്കേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള രൂപത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ആ ഫീൽഡിൽ വരുന്നതുകൊണ്ട് ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ് പിന്നെ ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഏതെങ്കിലും കമ്പനിനെ കോൺടാക്ട് ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ അതിൽ പിന്നെ ഒരു ഇൻവെസ്റ്റുമായി ബന്ധപ്പെട്ടേ പല ആളുകളും ഇപ്പം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ പറയലുണ്ട്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നല്ലത് ഏതാണെന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളൊരു ചോദ്യം. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചോ? ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് ജനറലി എന്താ പറയാ, ഒരു ലേമാൻ എന്നുള്ള നിലക്ക് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ പ്രോസസ് ഓഫ് നമ്മുടെ ഒരു പൈസ ഒരു സംവിധാനത്തിലേക്ക് ഇടുന്നു, നമ്മളൊരു ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് ഇടുന്നു എന്നുള്ളതാണല്ലോ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം അത് ദ മൊമെന്റ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ആ പൈസ വേറൊരാൾക്ക് കൊടുത്ത് അയാള് എന്തെങ്കിലും നമ്മളെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാതെ വേറൊരാള് അതിൽ ആ പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് ആ ലാഭത്തിന്റെ ഒരു വീതം നമുക്ക് തരിക എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് പിന്നെ ഈ ആർക്കാണോ കൊടുത്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആള് വിശ്വസ്തനാണോ എന്നുള്ളത് നോക്കണം, അത് അതിൻ്റെ ഒരു ആസ്പെക്റ്റ് ആണ്. ചിലപ്പോൾ ആള് വിശ്വസ്തനായിരിക്കും. പിന്നെ രണ്ടാമത്തെ പിന്നെ അയാൾ ചെയ്യുമെന്ന് പറയുന്ന കാര്യത്തിൽ അയാൾ കാപ്പബിൾ ആണോ എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഇനി രണ്ടുമാണെങ്കിലും ഒരു ചാൻസ് ഓഫ് ഫെയിലിയർ ഓർ സക്സസ് അതിലുണ്ട് എനി ബിസിനസ്സിന്. അപ്പോൾ അവിടെ നമുക്ക് ആ മൂന്നാമത്തേന് നമുക്ക് ഒരു തവക്കുല് ആണ് വേണ്ടി വരിക. ആദ്യത്തെ രണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അനലൈസ് ചെയ്യുക. ആള് വിശ്വസ്തനാണോ, ട്രസ്റ്റ് വർത്തി ആണോ എന്നുള്ളത് നോക്കേണ്ടി വരും. രണ്ടാമത്തെ അയാൾ കാപ്പബിൾ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് പിന്നെ വലിയ ലാഭം ഉണ്ട് എന്ന് വിചാരിച്ചോ പൈസ കൊടുത്താൽ ഒരു 99% പൈസ പോകും. ഇതാണ് അതിലുണ്ടാകുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റില് എപ്പോഴും ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ സംഭവം നടക്കുക. അതിന് പറയാ എന്താ വെച്ചാല് അതിന് രണ്ട് പദങ്ങളുണ്ട് ഇംഗ്ലീഷ്. അതായത് ഒന്ന് നമുക്ക് ആർത്തി, രണ്ടാമത്തെ പേടി. ഗ്രീഡ് ആൻഡ് പിന്നെ ഭയം. ഭയത്തിന് എന്താ പറയാ, ഫിയർ. ഗ്രീഡ് ആൻഡ് ഫിയർ എന്നാണ് അതിന് പറയാം. ഗ്രീഡിന്റെ ഫിയറിന്റെ ഇടക്കാണ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുക. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു റിട്ടേൺ കിട്ടുന്ന ഒരാൾ നമ്മളെ മോഹിപ്പിക്കും ഇടക്ക്. അപ്പോൾ നമ്മൾ അതിൽ പൈസ ഇടും. വേറൊന്നും നമുക്ക് പേടിയാവും, അപ്പോൾ നമ്മൾ പൈസ ഇടൂല. അപ്പൊ ഇതിന്റെ ഇടക്ക് നമ്മളൊരു എന്താ പറയാ, ഒരു ഒപ്റ്റിമൽ രൂപത്തിൽ ചിന്തിച്ച് നല്ല സെൻസോട് കൂടി ചെയ്യേണ്ട കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ്. ഒരിക്കലും വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇൻവെസ്റ്റ്മെന്റ്. പൈസ കിട്ടും, ലാഭം അങ്ങനെ കിട്ടും എന്ന് വിചാരിച്ചാൽ മിക്കവാറും അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പായിരിക്കും. ലൈക്ക് അത് കുറച്ചു കാലം കിട്ടും, പിന്നെ കിട്ടൂല എന്നാണ് അതിന്റെ അർത്ഥം. തട്ടിപ്പ് എന്ന് പറയുമ്പോൾ കാരണം വല്ല പോൺസി സ്കീമോ വല്ല പിരമിഡോ വല്ല തരികിട പരിപാടിയായിരിക്കും. കാരണം ഈ ആൾക്കാരത്ത് പൈസ വാങ്ങിയിട്ട് ആ പൈസ തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി അവിടെ നടക്കുന്നുണ്ടാവും. അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പൈസ ഇട്ടിട്ട് കിട്ടുന്നുണ്ടല്ലോ, ലാഭം കിട്ടുന്നുണ്ടോ, അപ്പോൾ വേറെ ആൾക്കാർ ചേർത്തും റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണ് തട്ടിപ്പിലേക്ക് പോവാറ് സാധാരണ. ഓക്കെ മാഷാല്ലാ, ഒരുപാട് വിഷയങ്ങൾ നമ്മളിന്ന് ചർച്ചയ്ക്ക് വന്നു. ഇന്നത്തെ സമകാലിക സെഷന് നമ്മൾ അതിൻ്റെ അവസാനത്തിലേക്ക് പോവാണ്.
ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കോൺസിസ്റ്റ് എന്ന കമ്പനിയുടെ ഫൗണ്ടറും ചെയർമാനും ആയിരുന്ന ജാസിർ സൊബരി സാഹിബ്, അദ്ദേഹമാണ് നമ്മുടെ കൂടെ ചേർന്നിരുന്നത്. ഇൻഷാല്ലാ നമ്മുടെ സമകാലികം സെഷനിൽ ഈ ശ്രോതാക്കളുമായി തങ്ങളുടെ അനുഭവങ്ങളും പരിചയങ്ങളും വിഷയങ്ങളും ഒക്കെ പങ്കുവച്ചതിൽ സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈർ.